ഞാൻ പരിചയപ്പെട്ട എൻ്റെ പേര് ജാസി. എൻ്റെ പഴയ പേര് മുഹമ്മദ് ജാസിൽ എന്നായിരുന്നു. ഇപ്പോഴും എൻ്റെ കുറെ ആൾക്കാർ മുഹമ്മദ് ജാസിൽ എന്ന് വിളിക്കുന്നില്ല. എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്നൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട പേരാണ് എൻ്റെ പേര് മുഹമ്മദ് ജാസിൽ. ഇനിയിപ്പോൾ മുഹമ്മദ് ജാസിലാണെന്ന് വെച്ചാൽ ഞാൻ ആണെന്ന് പറയും. കാരണം എനിക്ക് അതൊരു അതെ റിഗ്രറ്റ് തോന്നാൻ കാര്യമില്ല. കാരണം ഞാൻ ജനിച്ചപ്പോൾ പെണ്ണായി ജനിച്ചാണെന്ന്. എങ്ങനെ മുഹമ്മദ് ജാസിയോ? അതെങ്ങനെ നടക്ക ജാസിയെ? ഈ പെണ്ണല്ലേ? ഇപ്പം നമുക്ക് ആ പേര് വിളിക്കുമ്പോൾ നമ്മളെ ഉള്ളിലൊരു ഇടങ്ങേറ്. നമുക്ക് ജാസി ഫാത്തിമ എന്ന് വിളിക്കാം. അതല്ല കുറച്ചുകൂടി നല്ലത്. അതാണ് കുറച്ചും കൂടി നല്ലത്. നമുക്ക് വിളിക്കുമ്പോഴും സന്തോഷമാണ്, അനക്കൊരു സന്തോഷമാണ്. ഞാൻ ആദ്യം പറയാം, ഞാൻ പുറത്ത് യുഎയിലായിരുന്നല്ലോ. അപ്പോൾ യുഎയിലായ സമയത്ത് എനിക്ക് പെട്ടെന്ന് നാട്ടിൽ വന്നിട്ട് സർജറി കഴിഞ്ഞ് പിന്നെ തിരിച്ച് എനിക്ക് എൻ്റെ ജോലിസ്ഥലത്ത് കയറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് സർജറി കുറച്ച് നീണ്ടു പോയത്. പിന്നെ നാട്ടിൽ വന്നിട്ടും ഞാൻ കുറേ ഇതിനെക്കുറിച്ച് നന്നായിട്ട് വലിയ ടീമുകളാ യുഎയിലൊക്കെ ആയിരുന്നു. UAE ദുബായ് എന്നാണ് പറഞ്ഞാൽ മതി. അല്ല അവിടെ അണക്ക് എന്തേന്ന് പണി? അല്ല അറിയാത്തോട് ചോദിക്കുകയാണ് കേട്ടോ. അല്ല പിന്നെ വേറെ സംശയം, വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് തീർത്ത് തരാം. ഈ ദുബായ്, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് എൻട്രി ഉണ്ടോ? ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിലല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക. അല്ല അപ്പോൾ ഈ ജാസി സർജറി ചെയ്തിട്ട് എങ്ങനെയാണ് ദുബായിക്ക് തിരിച്ചു പോകുന്നത്? ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടിട്ടില്ല. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിട്ടോ. അതായത് ദുബായ്, സൗദി പോലുള്ള ചില രാജ്യങ്ങളിലൊന്നും ട്രാൻസ്ജെൻഡേഴ്സ് അലൗഡ് അല്ല. ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. പിന്നെ നാട്ടിൽ വന്നിട്ടും ഞാൻ കുറേ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ, ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ വെൽവിഷേഴ്സ്, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഡോക്ടേഴ്സുകൾ, അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സും എല്ലാവരും ഒരുപാട് ആൾക്കാരോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷനിലേക്ക് എടുത്തത്. കാരണം ഈ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എന്നൊക്കെ പറയുമ്പോൾ ജാനുമണി, ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ. ജാനുമണിയോടാണ് ചോദിച്ചിട്ടുള്ളത്, നല്ല ആളോടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതായാലും നടക്കേണ്ട കാര്യങ്ങൾ പറയും, ഈ ബാക്കി പറയും. എനിക്ക് എൻ്റെ സർജറി എന്ന് പറയുന്നത് ചെയ്ത സമയത്ത് എനിക്ക് നല്ല പെയിൻഫുൾ തന്നെ ആയിരുന്നു. വേദന ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നത് ഒരു തെറ്റായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് അത്യാവശ്യം നല്ല വേദന ഒക്കെ ഉണ്ടായിരുന്നു സർജറി. ആ സർജറി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള സത്യമാണ്. എനിക്കൊരു ഇഞ്ചക്ഷൻ അടിച്ചു. ആ ഇഞ്ചക്ഷൻ അടിച്ച സമയത്ത് തന്നെ എൻ്റെ പകുതി കിളി പോയി. പിന്നെ എനിക്കൊരു മാസ്ക് പോലെ എൻ്റെ ഇങ്ങനെ മുഖത്തേക്ക് വെച്ചപ്പോൾ തന്നെ, അതായത് അനസ്തേഷ്യ. ലോകത്തിൽ ആദ്യമായിട്ട് സർജറി ചെയ്യുന്ന ഒരാളാകും ജാസി. കാരണം ജാസിക്ക് സർജറി ചെയ്തപ്പോൾ പെയിൻ ഉണ്ടായി പോലും. സാധാരണ സർജറി ചെയ്യുമ്പോൾ വേദന ഉണ്ടാവാറില്ല. കാരണം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചിരിക്കലാണ്, മേത്ത് കത്തി വെക്കുമ്പോഴൊക്കെ ആ ഒരു സുഖം കൊണ്ട് ചിരിക്കലാണ്. നമുക്കൊന്നും വേദന ഉണ്ടാവില്ല. പക്ഷേ ജാസിക്ക് എന്തോ പെയിനോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജാസിൻ്റെ മുഖത്ത് എന്തോ മാസ്കോ അല്ല കൊറോണ ഉണ്ടപ്പോൾ, അല്ല അറിയാത്തോട് ചോദിക്കുക. മാസ്ക് അല്ല വളേ, സോറി, ഓക്കെ. ഇനി ആണാണോ പെണ്ണാഞ്ഞ് സംശയം. മാസ്ക് അല്ല, അതിൻ്റെ പേരാണ് ലോക്കൽ അനസ്തേഷ്യ. ലോക്കൽ അനസ്തേഷ്യ മാസ്കിൻ്റെ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കലാണല്ലോ. ലോക്കൽ അനസ്തേഷ്യ അടിക്കലല്ലേ? എന്തൊക്കെയാണ് ജാസേജ് പറയണത്? ലോക്കൽ അനസ്തേഷ്യ നമ്മൾ ബോധം പോവും. പക്ഷെ എന്താ പറയുക, നമ്മളെ കണ്ണ് തുറന്നുകൊണ്ടേയിരിക്കും. ആ കണ്ണ് തുറന്നുകൊണ്ടാണ് ഈ ഇടങ്ങേറുണ്ടാവുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് മയക്കി കിടത്തിയിട്ട് സർജറി ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, 10ാം ക്ലാസ്സിൽ നമുക്ക് ഇഞ്ചക്ഷൻ അടിക്കുമായിരുന്നു. ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഇങ്ങനെ ഇഞ്ചക്ഷൻ അടിക്കുമല്ലോ. ആ സമയത്ത് ഭയങ്കര വരുന്നത് ഈ ഇഞ്ചക്ഷൻ അടിച്ച് ഒഴിവാക്കി കുട്ടികളെ പഞ്ഞു കൊടുത്തിട്ട് എന്നുണ്ടെങ്കിൽ നടക്കും. അപ്പോൾ ടീച്ചർക്ക് ഇഞ്ചക്ഷൻ അടിച്ചു, ജാസി ഞാൻ അടിച്ചു, എവിടെ നോക്കട്ടെ. അതുകൊണ്ട് അല്ല ജാസിയെ, ജി റേഷൻ കടയിലല്ലല്ലോ വരുന്നത്, ഇഞ്ചക്ഷൻ അടിക്കാൻ തന്നെ അല്ലേ? അല്ല എന്ത് ഇഞ്ചക്ഷനാണ് 10ാം ക്ലാസ്സിൽ നിന്ന് അടിക്കുക? എനിക്ക് മനസ്സിലാവണില്ല. സ്കൂളിൽ വരുന്നിട്ടൊക്കെ ഇഞ്ചക്ഷൻ അടിക്കുക, വരുന്ന് കാണി ചോറുന്നാന്നൊക്കെ കേട്ടിട്ടത്, വരുന്ന് കാണി ഇഞ്ചക്ഷൻ അടിക്കില്ല ആദ്യമായിട്ട് കേൾക്കട്ടോ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തരാം 10ാം ക്ലാസ്സിന് ഇഞ്ചക്ഷൻ ഉണ്ടോ, എന്ത് ഇഞ്ചക്ഷനാണെന്ന് അറിയേണ്ട ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യാം. നമ്മളതായാലും അടിച്ചിട്ടില്ല, കുറേ മുമ്പത്തല്ലേ. ഈ ഭേദപ്പോഴാണ് ഇഞ്ചക്ഷൻ എത്ര ആലോചിച്ചിട്ടാണ് പിടിയിട്ടില്ലല്ലോ. ഈ 10ാം ക്ലാസ്സിന് ഏറ്റവും കൊറോണ വന്നു പോയിന്നോ? നിങ്ങളിപ്പോൾ ഇപ്പോൾ ടോപ്പ് സർജറി ആണോ അല്ലെങ്കിൽ ഡൗൺ സർജറി ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഏത് സർജറി ആണെങ്കിൽ നിങ്ങളിത് വളരെ നന്നായി പഠിച്ച് അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണം നിങ്ങൾ സർജറിക്ക് വേണ്ടി നിങ്ങളുടെ ശരീരത്തിനെ പാകപ്പെടുത്തണം. നിങ്ങളെല്ലാം ഏതൊക്കെയാണ് പുതിയ സർജറികളൊക്കെ? ടോപ്പും ബോട്ടൊക്കെ ഉദ്ദേശിച്ചതാണോ? അറിയില്ല, അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. ടോപ്പും ബോട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ അതാണ് സംഭവം. നിങ്ങൾക്ക് എന്താ മനസ്സിലായതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറഞ്ഞു. ടേസ്റ്റി ഫുഡുകൾ കഴിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ചെയ്യരുത്. നമ്മൾ ഈ ഓയിലി ഫുഡുകൾ, പുറത്തുനിന്ന് ഹോട്ടൽ ഫുഡുകൾ, അങ്ങനത്തെ ഐറ്റംസുകളും ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ഐറ്റംസ്, ചിക്കൻ ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിലുള്ള സ്റ്റിച്ച് പഴുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഫിഷ്, ചെമ്മീൻ, കൂന്തൽ ഇതൊന്നും കഴിക്കരുത്. ഞാൻ കേട്ടോ, സർജറിക്ക് നിങ്ങൾ ഒരിക്കലും ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ കൂന്തളോ അല്ലെങ്കിൽ പോത്ത് ബിരിയാണി ഒന്നും കഴിക്കാൻ പാടില്ല. കാരണം എന്താ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിൻ്റെ വലിപ്പം കൂടും.
പോത്ത് ബിരിയാണിയൊക്കെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സർജറിൻ്റെ ടൈമിൽ ചിലപ്പോൾ അതൊക്കെ പള്ളൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ അവർക്ക് വയറ്റിൽ വെച്ച് ജീവൻ വെക്കാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. കാരണം അറിയാലോ, പറയുന്നത് ജാസിയാണ്. തോന്നുന്നു ഒരു 1 month ലക്ഷി ഞാൻ 1 month രാവിലെ എണീക്കും, ചായയും ബണ്ണും കഴിക്കും അല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ചായ ബണ്ണ്, പിന്നെ പഴം പുഴുങ്ങിയത്, മുട്ട കഴിക്കാൻ പാടില്ല. ആണിൽ നിന്ന് പെണ്ണിലേക്ക് ഉള്ള യാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചെയ്യുന്ന നിങ്ങളുടെ ദേഹത്ത് കത്തി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് ഒരു ഡോക്ടർ ഒരു സംഭവം ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് എന്ത് സർജറിയാണ്, അത് ആഫ്റ്റർ എന്താണ്, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആഫ്റ്റർ കെയറിങ് ആയി മുമ്പുള്ള കെയറിങ് എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഒരു സർജറിക്ക് വേണ്ടി നിങ്ങൾ കിടന്നു കൊടുക്കാൻ. അല്ല ജാസിന് വല്ല കോംബോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? കുറേ ആൾക്കാർ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് ജാസിൻ്റെ വാക്ക് കേട്ടിട്ട് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്. ആണിന് പെണ്ണാവാം, പെണ്ണിന് ആണാവണം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ജാസി പറഞ്ഞു കൊടുക്കണത്. ജാസേജ് പറഞ്ഞു കൊടുക്ക്, ആൾക്കാർ കാത്ത് നിൽക്കുകയാണ്. വല്ല കോംബോ ഓഫർ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അല്ല അറിയാത്തോണ്ട് ചോദിക്കുക വെച്ചാൽ അവയവങ്ങൾ മാറ്റി വയ്ക്കില്ലേ? സാധാരണ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ കേട്ടിക്കണം. ഇത് എന്ത് ട്രാൻസ്പ്ലാന്റേഷൻ ആണെന്ന് മനസ്സിലാവണില്ല. അല്ല ഈ ഒരു സർജറിയില്ലേ, ഇപ്പോൾ ആണിന് ഒരു പെണ്ണാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് എന്നൊരു പിടി കിട്ടണില്ലേ? അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഓൾറെഡി ഉള്ളൊരു പെണ്ണിന് ആണാവണമെങ്കിൽ എന്തൊക്കെ അതിൽ സംഭവിക്കാന്നൊരു ഇതുണ്ടല്ലോ, അതും കൂടി ഞാൻ വിശദീകരിച്ച് കൊടുക്കണതായാലും. കാരണം ആൾക്കാർ അതും കൂടി കേട്ടിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വല്ല ഓഫറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. എന്തായാലും കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ജാസേജ് വെറുതെ ഓരോ പൈസകൾ എനക്കണ്ട. അനക്കറിയില്ലേ, ഇനിയിപ്പോൾ എത്ര സർജറി ചെയ്ത് കഴിഞ്ഞാലും അനക്കൊരു പേര് ചാപ്പ വീണ് കഴിഞ്ഞാൽ അത് മരിക്കോളം ഉണ്ടാവും എനക്കറിയില്ലേ. ആൾക്കാരെ കണ്ണിലും ബാക്കിയുള്ളവരുടെ കണ്ണിലൊക്കെ ഇപ്പോഴും ആണാണ്. അതിനിപ്പോൾ എത്ര സർജറി ചെയ്ത് മാറ്റി കഴിഞ്ഞാലും എന്നെ കൊണ്ട് അത് മാറ്റാൻ കഴിയില്ല. ആൾക്കാർക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളിടത്തോളം കാലേ. പിന്നെ അനക്ക് പേഴ്സണലായിട്ടൊരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരാളെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ബാക്കിയുള്ളവരെ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് അനാവശ്യമായിട്ടൊരു പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോയിലെ സന്ദേശം എന്താണ്, ഇങ്ങനെ ഒരു പബ്ലിഷ് ചെയ്തോ, അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പുറത്ത് കാത്ത് നിൽക്കുന്നുണ്ട് ആണിന്ന് പെണ്ണാവാനും പെണ്ണിന്ന് ആണാവാനും എന്നൊക്കെ പറയുമ്പോഴേ ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു ഹൈപ്പും ബാക്കിയുള്ളവർക്കൊരു പ്രചോദനം കൊടുക്കേണ്ട പോലെ തോന്നുന്നുണ്ട്. അത് ശരിയല്ല. കാരണം നമുക്കറിയാലോ, ഇനി ഭാവിയിലുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ആൾക്കാർ പെരുകി കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ജനിച്ചു പോയത് എൻ്റെ കുറ്റം കൊണ്ടൊന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി അടുത്ത ജന്മത്തിൽ ജനിക്കുകയാണെങ്കിൽ ആണായിട്ടോ പെണ്ണായിട്ടോ ജനിക്കണമെന്ന്. അപ്പോൾ അത്രയും നിസ്സഹായാവസ്ഥയിലേക്ക് അറിയിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഈ കാട്ടിക്കൂട്ടിൽ കാരണമാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഛർദ്ദിക്കുന്നത് കാരണമാണ് ബാക്കിയുള്ളവർ എടുത്തിട്ട് അലക്കണേ. ഈ ബാക്കിയുള്ളവർക്ക് അനാവശ്യമായിട്ട് പ്രചോദനം കൊടുക്കാതൊക്കെ. കാരണം തരോ ഓവറായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കും? ജനൊന്ന് ആലോചിച്ച് നോക്കെ. അപ്പോൾ അത്ര എന്നോട് പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല.